Hi guys, Kerala Blastersന്റെ പുതിയ മിഡ്ഫീൽഡ് ജനറൽ കരീം ബെനാറഫ്. Currently Moroccans are highly successful in ISL, so ഈ സൈനിങ് സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 33 വയസ്സുള്ള മൊറോക്കൻ മിഡ്ഫീൽഡർ ഷോർട്ട് ടേം ഡീലിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മെയിൻ പൊസിഷൻ സെൻട്രൽ മിഡ്ഫീൽഡർ. ഇനി കരീം ബെനാരിഫിന്റെ സ്ട്രെങ്ത്സ് നോക്കാം. പ്രസ് റെസിസ്റ്റൻസ്. ബെനാരിഫിന്റെ ഫസ്റ്റ് ടച്ച് വളരെ ക്ലീൻ ആണ്. എത്ര പ്രഷറുണ്ടായാലും പന്ത് നഷ്ടപ്പെടാതെ കൂളായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്ലെയർ. പാസിംഗ് ആക്യുറസി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് പ്രോഗ്രസീവ് പാസിംഗ്. സാധാരണ സേഫ് പാസുകൾ മാത്രം കളിക്കുന്ന കളിക്കാരനല്ല അദ്ദേഹം. മറിച്ച് ടീമിന്റെ അറ്റാക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യത്തോടെ ക്രിയേറ്റീവ് ആൻഡ് ഹൈ റിസ്ക് പാസ് നൽകുന്ന പ്ലെയറാണ്. ഡ്രിബിളിംഗ്. ഇദ്ദേഹത്തിന്റെ ഡ്രിബിളിംഗ് സ്റ്റൈൽ അതൊരു സ്പെഷ്യൽ ലെവൽ തന്നെയാണ്. അദ്ദേഹം ഡ്രിബിളിംഗ് ഉപയോഗിക്കുന്നത് ഷോ ഓഫ് ചെയ്യാനോ അനാവശ്യമായി പ്ലെയർമാരെ കടന്നുപോകാനോ അല്ല, മറിച്ച് ടീമിന് ഏറ്റവും ആവശ്യമായ സമയങ്ങളിൽ പ്രസിംഗിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഗെയിം റീഡിംഗ്. ഇദ്ദേഹത്തിന്റെ ഗെയിം റീഡിംഗ് അത്രയും മികച്ചതാണ്. എതിരാളികളുടെ പാസുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത് അറ്റാക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ തടയാൻ കഴിയും. ഫിനിഷിംഗ് സ്റ്റൈൽ. ഇദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റൈൽ നോക്കിയാൽ അത് ഒരു ഗോൾ സ്കോറർ മൈൻഡ് സെറ്റ് അല്ല, മറിച്ച് ഒരു ടാക്ടിക്കൽ വെപ്പൺ ആണ്. എപ്പോഴും ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കളിക്കാരനല്ല അദ്ദേഹം. പകരം വളരെ സെലക്റ്റീവ് ആയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിലെ മറ്റൊരു പ്രത്യേകതയാണ് ലേറ്റ് റൺസ് ഇൻ ടു ദ ബോക്സ് ആൻഡ് ഫിനിഷ്. വെർസറ്റിലിറ്റി. DM, CM ഏത് റോൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലെയർ. കോച്ചിന് ഇത് വലിയ അഡ്വാൻറ്റേജ് ആണ് നൽകുന്നത്. ഡിഫെൻസീവ് ആക്ഷൻസ്. ഇദ്ദേഹത്തിന്റെ ഡിഫെൻസീവ് വർക്ക്സ് അദ്ദേഹത്തിന്റെ ഗെയിം സ്റ്റൈലിന്റെ ബാക്ക്ബോൺ തന്നെയാണ്. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മൈൻഡഡ് പ്ലെയർ മാത്രമല്ല, മറിച്ച് ഡിഫെൻസീവ് മൈൻഡഡ് സെൻട്രൽ മിഡ്ഫീൽഡർ ആയി ടീമിന്റെ ബാലൻസ് നിലനിർത്തുന്ന താരമാണ്. അതേസമയം ടീമിനു വേണ്ടി ഡർട്ടി വർക്ക് ചെയ്യും. കരീം ബെനാരിഫിന്റെ മറ്റൊരു പ്രധാന ആയുധമാണ് അദ്ദേഹത്തിന്റെ സെറ്റ് പീസ് അബിലിറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രോസസ് വളരെ എഫക്റ്റീവ് ആണ്. ഡിഫൻഡേഴ്സിനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായ സ്ഥലത്ത് ബോൾ എത്തിക്കും. എല്ലാ പ്ലെയേഴ്സിനെ പോലെയും ഇദ്ദേഹത്തിനും ചില കുറവുകളുമുണ്ട്. ലോ ഗോൾ സ്കോറിംഗ് മേഖലയിൽ വലിയ ഭീഷണിയല്ല. ലാക്ക് ഓഫ് പേസ്. സ്പീഡ് കുറവാണ്. ക്വിക്ക് കൗണ്ടർ അറ്റാക്കെതിരെ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. കരീം ബെനാരിഫ് ഒരു സൈലന്റ് കൺട്രോളർ ആണ്. ഗോൾ സ്കോർ ചെയ്യാനല്ല, ഗെയിം നിയന്ത്രിക്കാൻ എത്തിയ ആളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിന് സ്റ്റേബിലിറ്റി, കൺട്രോൾ, എക്സ്പീരിയൻസ് ഈ 3 കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവരും. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഈ സൈനിങ് ടീമിന് വലിയ ഗെയിം ചേഞ്ചർ ആയേക്കാം.